ഹലോ മച്ചുമാരി, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. മരുഭൂമി, അറേബ്യ, ഇതെല്ലാം ബേസ് ചെയ്തിട്ട് പറയുന്ന കഥകൾ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ഡെസേർട്ട് വാരിയർ എന്നൊരു സിനിമയുടെ കഥയാണ്. എന്നാൽ ഈ സിനിമയുടെ കഥ പറയുന്ന രണ്ടാമത്തെ വീഡിയോ ആണിത്. അപ്പം അതിന്റെ ആദ്യ ഭാഗം കാണാത്തവർ അത് കണ്ടിട്ട് വരിക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ടാവും. ഇനി നമുക്ക് രണ്ടാം ഭാഗത്തിലേക്ക് പോവാം. അതായത് ആ വലിയ യുദ്ധം അത് ആരംഭിക്കാൻ വേണ്ടി പോവാണ്. കുമാരി ഹിന്ദ അവളുടെ ആ ഒരു സൈന്യത്തിനേക്കാൾ 4 ഇരട്ടി വലുപ്പം ഉണ്ടായിരുന്നു കമാൻഡർ ഹാഫിസിന്റെ ആ ഒരു സൈന്യത്തിന്. എന്നാലും തന്ത്രത്തിലൂടെ ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ട് കമാൻഡർ ഹാഫിസിന്റെ സൈന്യത്തിന്റെ ചെറിയൊരു ഭാഗത്തെ ഇവർക്ക് നശിപ്പിക്കാൻ കഴിഞ്ഞു. എന്നാൽ ഇനി നേർക്ക് നേരെ ഒരുപാട് ആൾക്കാർ തമ്മിലുള്ള ഫേസ് ടു ഫേസ് ബാറ്റിലാണ് നടക്കാൻ പോകുന്നത്. അങ്ങനെ കുമാരി ഹിന്ദയുടെ പടയാളികൾ ശത്രുക്കൾക്ക് നേരെ അങ്ങനെ ഓട്ടിപ്പാഞ്ഞു പോവാണ്. ഈ സമയത്താണ് അവർ മറ്റൊരു കാര്യം ചെയ്യുന്നത്. അതായത് കമാൻഡർ ഹാഫിസിന്റെ അമ്പെയ്ത്തുകാർ തുരാന്ന് പറഞ്ഞിട്ട് അമ്പ് ചെയ്യാണ്. ആ അമ്പുകളിൽ പലതും വന്ന് കുമാരി ഹിന്ദയുടെ ആൾക്കാരുടെ ദേഹത്ത് കയറുകയാണ്. കുറെ പേരൊക്കെ ആ പാച്ചിലിനിടയിൽ മരിക്കുന്നുണ്ട്. എന്നാൽ അതിനെല്ലാം സർവൈവ് ചെയ്ത ബാക്കിയുള്ള ആൾക്കാർ ശത്രുക്കളുമായിട്ട് ഏറ്റുമുട്ടുക തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഉഗ്ര പോരാട്ടം എന്ന് പറഞ്ഞാൽ പൊടിപാർന്ന യുദ്ധം. നമ്മുടെ ഹംസയെ നോക്കുകയാണെങ്കിൽ അവന്റെ വെട്ടുകൊണ്ട് പടച്ചട്ട വരെ കയറി പോകുന്നുണ്ട്. അത്രയും പവർഫുള്ളും ആണ് അവൻ. അതുപോലെ തന്നെ നല്ല സ്കില്ലും ആയിട്ടുള്ള ഒരു പോരാളിയാണ്. സോ ഹംസയുടെ കയ്യിൽ കിട്ടുന്ന ഓരോ ശത്രുവിനെയും അവൻ വെട്ടിയെടുക്കുന്നുണ്ട്. ഹംസ മാത്രമല്ല, അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന എല്ലാ ലീഡേഴ്സും അത്യാവശ്യം നല്ല യോദ്ധാക്കൾ തന്നെയാണ്. അതായത് കിങ് തൈഫ്, അതുപോലെ തന്നെ ഇബാർ, ഇവരൊക്കെ നന്നായിട്ട് പോരാടുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ യുദ്ധത്തിൽ കുമാരി ഹിന്ദയുടെ പടയാളികൾ തന്നെ മുന്നിട്ട് നിൽക്കുകയാണ്. ഇതേ സമയത്ത് കമാൻഡർ ഹാഫിസ് മലയുടെ മുകളിലുള്ള അയാളുടെ ആൾക്കാർക്ക് ചില സിഗ്നൽസ് കൊടുക്കുന്നുണ്ട്. അപ്പൊ തന്നെ ആ ആൾക്കാർ അവരുടെ മലമുകളിൽ സ്ഥാപിച്ച ഒരു പ്രത്യേകതരം ഒരു പതാകയല്ല, സിഗ്നൽ കൊടുക്കുന്ന എന്തോ ഒരു സംഭവം അത് തിരിച്ചപ്പോൾ പെട്ടെന്നൊരു കൂട്ടം കുതിരപ്പോരാളികൾ ഇവരെ വട്ടത്തിൽ വളയാണ്. അത് യുദ്ധത്തിന്റെ ഒരു തന്ത്രമായിരുന്നു കേട്ടോ. ഇവരെ മാത്രം നടുവിലാക്കി കുതിരപ്പോരാളികൾ അവരുടെ ചുറ്റും റൗണ്ടായിട്ട് നിന്ന് ആ ഒരു ട്രാപ്പിൽ അവരെ പെടുത്തി തോൽപ്പിക്കാന്നുള്ള ഒരു തന്ത്രമാണ്. എന്നാൽ അത് മനസ്സിലാക്കിയ കുമാരി ഹിന്ദ അപ്പത്തിന് അടുത്ത സിഗ്നൽ കൊടുക്കാൻ വേണ്ടി ലൈലയോട് പറയണം. ലൈല അപ്പം തന്നെ ഒരു അമ്പ് ചെയ്യുന്നുണ്ട്. ആ അമ്പ് ചെയ്ത സമയത്ത് വേറൊരു സ്ഥലത്ത് മറഞ്ഞിരുന്ന കുമാരി ഹിന്ദയുടെ പോരാളികൾക്ക് മുന്നിലാണ് അത് ചെന്ന് വീണത്. അവരപ്പം തന്നെ കുതിരകളുമായിട്ട് യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങുകയാണ്. അതായത് കമാൻഡർ ഹാഫിസ് ഉണ്ടാക്കിയ ഒരു പദ്ധതി ഉണ്ടല്ലോ, യുദ്ധക്കളത്തിലെ ശത്രുക്കളുടെ ആ ഒരു സൈന്യത്തെ വട്ടത്തിൽ കൊടുക്കുക എന്നുള്ള ആ ഒരു പദ്ധതി, ആ പദ്ധതിയെ പൊളിക്കാനായിട്ടാണ് ഹിന്ദ ഇത് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം ഹിന്ദ നേരത്തെ മുൻകൂട്ടി കണ്ടായിരുന്നു. അതുകൊണ്ട് നന്നായിട്ട് തന്നെ കമാൻഡർ ഹാഫിസിന്റെ ഈ ഒരു തന്ത്രത്തെ ഹിന്ദയ്ക്ക് നേരിടാൻ കഴിഞ്ഞു. പക്ഷേ നേരിടാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. അവരെ പൂർണ്ണമായിട്ടും അതിൽ നിന്നും പിന്തിരിപ്പിക്കാനായിട്ട് അവളുടെ പടയാളികൾക്ക് കഴിഞ്ഞില്ല. കാരണം ഹാഫിസിന്റെ മറ്റൊരു കൂട്ടം പോരാളികൾ പെട്ടെന്ന് തന്നെ പടക്കളത്തിലേക്ക് ഇറങ്ങുകയാണ്. അപ്പൊ അത്രയും വലിയ പടയാളികളെ ഒരുമിച്ച് കണ്ട സമയത്ത് കിങ് തൈഫും അതുപോലെ തന്നെ ഹംസയും നമ്മുടെ പടയാളികളുണ്ടല്ലോ, ഇവരെല്ലാവരും ഒന്ന് പകച്ചു പോവാണ്. കാരണം മുട്ടി നിൽക്കാൻ പറ്റില്ല. അങ്ങനെ എന്ത് സംഭവിക്കരുത് എന്ന് ഇവർ വിചാരിച്ചു, അത് അവസാനം സംഭവിക്കുകയാണ്. ശത്രുക്കൾ വട്ടത്തിൽ അവരെ വളയുകയാണ്. ഇനി അധിക നേരം ഇവർക്ക് പോരാടി നിൽക്കാൻ കഴിയില്ല. എന്നാൽ അതിനും ഒരു പരിഹാരം, ഓപ്ഷൻ ബി എന്നൊരു സംഭവം ഹിന്ദ നേരത്തെ തന്നെ കണ്ടുവച്ചായിരുന്നു. നമ്മുടെ ലൈലയുടെ നാട്ടുകാരുണ്ടല്ലോ, ഈ കുഴിയെല്ലാം കുഴിക്കുന്ന ഖനികളിലേക്ക് തൊഴിലാളികൾ, അവർ ഓൾറെഡി ഈ യുദ്ധക്കളത്തിൽ പല കുഴികളും കുഴിച്ചിട്ടുണ്ട് രഹസ്യമായിട്ട്. അതിനുള്ളിൽ അവർ മറഞ്ഞിരിക്കുകയായിരുന്നു. അവരോട് എത്രയും പെട്ടെന്ന് തന്നെ പോയിട്ട് അറ്റാക്ക് നടത്താൻ പറയുന്നുണ്ട്. എന്തായാലും സിഗ്നൽ കിട്ടിയ പാടേന് അവരെല്ലാവരും ആ ഒരു കുഴിയിൽ നിന്നും ചാടി എഴുന്നേൽക്കുകയാണ്. അവരുടെ കയ്യിൽ സാധാരണ രീതിയിലുള്ള വാളുകളായിരുന്നില്ല, പകരം അവരുടെ നാടൻ ശൈലിയുള്ള ചില ആയുധങ്ങളായിരുന്നു. ഈ അരിവാള് പോലെയുള്ള പ്രത്യേകതരം ആയുധം. എന്തായാലും ആ ആയുധവുമായിട്ട് ഇവരെ നേരെ കളത്തിലേക്ക് ഇറങ്ങുകയാണ്. സത്യം പറഞ്ഞാൽ ഇവരാരും പോരാളികളൊന്നുമല്ല, ഖനി തൊഴിലാളികളാണ്. എന്നാലും ഒരു കൈ നോക്കാം എന്ന് തന്നെ കരുതിയിട്ട് അവരും അങ്ങോട്ട് ഇറങ്ങുകയാണ്. അവര് നേരെ വന്ന് വട്ടത്തിൽ അവരെ കവർ ചെയ്ത് നിൽക്കുന്ന ശത്രുക്കളുടെ ആ ഒരു എന്താ പറയാ കവചത്തെയാണ് ഇവർ വന്ന പാട് തകർക്കുന്നത് കേട്ടോ. എന്തായാലും അത് തകർത്ത സമയത്ത് തന്നെ പിന്നീട് യുദ്ധം ചെയ്ത് നിൽക്കാനല്ല ഇവർ നോക്കുന്നത്. യുദ്ധം ചെയ്ത് നിന്നാൽ ഇപ്പൊ വിജയിക്കില്ല. അതുകൊണ്ട് തന്നെ തൽക്കാലം ഈ യുദ്ധമുഖത്ത് നിന്ന് പിന്തിരിയാനാണ് ഇവർ തീരുമാനിച്ചിരിക്കുന്നത്. സോ എല്ലാവരും ആ ഒരു കവചം ബ്രേക്ക് ചെയ്ത് അതിൽ നിന്ന് പുറത്തേക്ക് കടന്ന് തിരിച്ച് അവരുടെ സ്ഥലത്തേക്ക് തന്നെ വരികയാണ്. ഇതും അവരുടെ പദ്ധതിയുടെ ഭാഗമാണ്. അതുപോലെ തന്നെ ഇവർ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ അവരുടെ പിന്നാലെ ശത്രുക്കൾ വരുമ്പോൾ ആ ശത്രുക്കളെ തടുക്കാനായിട്ട് കുമാരി ഹിന്ദ അവളുടെ നേതൃത്വത്തിലുള്ള സ്ത്രീകളായിട്ടുള്ള അമ്പെയ്ത്തുകാർ കണ്ടിന്യൂസ് ആയിട്ട് ശത്രുക്കളുടെ നേരെ അമ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്കൊരു കവറപ്പ് കിട്ടി. ആ ഒരു ഗ്യാപ്പിൽ ഇവർ രക്ഷപ്പെട്ട് ഇങ്ങോട്ടേക്ക് വരികയാണ്. എന്നാൽ അവർ തന്നെ എഴുത ഒരു അമ്പ് ഉണ്ടല്ലോ, ഏറ്റവും പിറകിൽ വന്നിരുന്ന കിങ് തൈഫിന്റെ കാലിൽ കയറുകയാണ്. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ളവർ ഓടി രക്ഷപ്പെട്ടതുപോലെ തൈഫിന് രക്ഷപ്പെടാൻ പറ്റിയില്ല. തിരിച്ച് തൈഫിനെ രക്ഷപ്പെടുത്താൻ അങ്ങോട്ടേക്ക് വരാൻ നോക്കിയെങ്കിലും അപ്പോഴേക്കും അങ്ങോട്ടേക്ക് കമാൻഡർ ഹാഫിസ് വരികയാണ്. മാത്രമല്ല തൈഫിന്റെ കഴുത്തിൽ വാള് വെച്ച് തന്നെ അവനിപ്പോൾ വിലപേശാൻ തുടങ്ങുകയാണ്. ഇവിടെ വെച്ച് ഇയാളെ ഇപ്പൊ കൊല്ലണ്ടെങ്കിൽ മര്യാദക്ക് ഹിന്ദ നീ കീഴടങ്ങിക്കോ എന്ന് പറയാണ്. ആ ഒരു നിമിഷത്തിൽ ഹിന്ദ ഒന്ന് പകച്ചുപോയി. അവളുടെ വിജയത്തിനേക്കാൾ വലുത് കിങ് തൈഫിന്റെ ജീവനാണെന്ന് കരുതി അവൾ കീഴടങ്ങാൻ വേണ്ടി അങ്ങോട്ടേക്ക് പോകണം. എന്നാൽ അപ്പൊ തന്നെ തൈഫ് ഉറക്കന് വിളിച്ചു പറയുന്നുണ്ട്, കീഴടങ്ങരുത്, പോരാടണം, മരണം വരെ പോരാടണം. ഇവന്റെ രാജാവിന്റെ മുന്നിൽ ആരും മുട്ടുമടക്കാൻ പാടില്ല. ആ വാക്കുകൾ കേട്ടപ്പോൾ ഹിന്ദ നിൽക്കുകയാണ്. അപ്പൊ കമാൻഡർ ഹാഫിസിന് മനസ്സിലായി എന്തായാലും അവൾ കീഴടങ്ങാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ കഴുത്തറത്ത്
തൈഫിനെ കൊന്നുകളയാണ്. ഈ കാര്യം കണ്ട് എല്ലാവർക്കും സങ്കടമാവുന്നുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ വിഷമമായത് അദ്ദേഹത്തിന്റെ റൈറ്റ് ഹാൻഡ് ആയിട്ടുള്ള വസീലിനായിരുന്നു. തൈഫിനെ കൊന്നു കഴിഞ്ഞതിന് ശേഷം ഇവരെല്ലാവരും അവിടുന്ന് തിരിച്ചു പോകണം. പെട്ടെന്ന് തന്നെ വസീൽ അങ്ങോട്ടേക്ക് ഓടി ചെല്ലുന്നുണ്ട്. അവന്റെ രാജാവിന്റെ ആ ഒരു മൃതദേഹം കണ്ട് അവന് വല്ലാതെ സങ്കടമാവുന്നുണ്ട്. അതേ സമയത്ത് തന്നെ ആ സ്ഥലത്ത് വല്ലാത്തൊരു ഭൂമികുലുക്കം ഇവർക്ക് എല്ലാവർക്കും ഫീൽ ആവുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഹംസയ്ക്ക് കാര്യം എന്താണെന്ന് മനസ്സിലായി. ഒരു കാരണവശാലും ഇവരെ കൊണ്ട് നേരിടാൻ പറ്റാത്ത മറ്റൊരു കൂട്ടം പോരാളികളുമായിട്ടാണ് കമാൻഡർ ഹാഫിസിന്റെ ആൾക്കാർ ഇനി വരാൻ പോകുന്നത്. അതെന്താന്ന് മനസ്സിലായോ? ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്ന പട്ടുകൂറ്റൻ ആനകൾ. ആ ആനകളുമായിട്ടാണ് ഇപ്പൊ ഇവരുടെ നേരെ കമാൻഡർ ഹാഫിസിന്റെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ആ ആനകളെ കണ്ടാൽ ഇവിടെയുള്ള കുതിരകൾ ഭയപ്പെടും, അതുപോലെ തന്നെ ഒട്ടകങ്ങളും ഭയപ്പെടും. അതുകൊണ്ട് തന്നെ അതിനെ നേരിടാനായിട്ട് ഇവർ തൽക്കാലം ഒട്ടകങ്ങളെ തിരഞ്ഞെടുക്കാണ്. മാത്രമല്ല അവറ്റകളുടെ കണ്ണും കെട്ടുകയാണ് ഈ ആനയെ കണ്ട് പേടിക്കാതിരിക്കാനായിട്ട്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഇവർക്ക് ഈ ആനകളെ എന്തായാലും കൊല്ലാൻ കഴിയില്ല. അത്രയും വലിയ മൃഗങ്ങളല്ലേ. എന്നാൽ ആനയെ മുന്നോട്ടേക്ക് കൊണ്ടുവരുന്ന ആന പാപ്പാനെ കൊല്ലാൻ കഴിയും. പക്ഷെ അതും അത്ര എളുപ്പമല്ല. കാരണം ഈ ആനയുടെ മുകളിലായിട്ട് വലിയ കൂടുകൾ കെട്ടി അതിന്റെ ഉള്ളിലാണ് ഈ ആനപ്പാപ്പമാർ ഇരിക്കുന്നത്. എന്നാൽ ഇവർക്ക് കാണാൻ വേണ്ടി ചെറിയ ചെറിയ ദ്വാരങ്ങൾ ഉണ്ടാവുമല്ലോ, ആ ദ്വാരങ്ങൾ ലക്ഷ്യമാക്കി തന്നെ ഇപ്പൊ ഹംസയും ആൾക്കാരും കൂടെ അമ്പ ചെയ്യുന്നുണ്ട്. അതിലൂടെ ചില ആനപ്പാപ്പമാരെയൊക്കെ കൊല്ലാൻ പറ്റി. ചില ആനകളുടെയൊക്കെ കൺട്രോൾ നഷ്ടമായിട്ട് അതവിടെ മറിഞ്ഞു വീഴുകയാണ്. എന്നിരുന്നാലും ഈ ആനപ്പടയാളികളുടെ മുന്നിൽ വെച്ച് ഇവർ തോറ്റുപോവാണ്. ഇവർക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. മറ്റൊരു രക്ഷയില്ലാത്തത് കൊണ്ട് തന്നെ ഇവർ ആ പടക്കളത്തിൽ നിന്നും പിന്തിരിയാണ്. അതേസമയം തന്നെ കുമാരി ഹിന്ദ അടുത്ത സിഗ്നൽ കൊടുക്കുന്നുണ്ട്. അതായത് ഈ യുദ്ധഭൂമിയുടെ ഒരു ഭാഗത്തായിട്ട് വളരെയധികം നീളത്തിൽ ഇവർ വലിയ വലിയ കിടങ്ങുകൾ കുഴിച്ചിട്ടുണ്ട്. ആ കിടങ്ങുകൾ പെട്ടെന്ന് തന്നെ തുറന്നു വരികയാണ്. മാത്രമല്ല അതിന്റെ ഒരു ഭാഗത്തായിട്ട് കൂർത്ത കമ്പുകളും വരികയാണ്. പെട്ടെന്ന് ഇത് കണ്ടപ്പോൾ ഈ ആനകളുടെ അടി പതറുകയാണ്. ആ കിടങ്ങ് താണ്ടിയ ആനകൾക്ക് അപ്പുറത്തേക്ക് പോകാൻ കഴിയുന്നില്ല. എന്തായാലും ഈ സമയത്ത് ഹിന്ദയുടെ പടയാളികളും ചെയ്തത് പൂർണ്ണമായിട്ടും ആ യുദ്ധമുഖത്തിൽ നിന്നും പിന്മാറി അവരുടെ കുളം ഉണ്ടല്ലോ, ആ കുളവും കഴിഞ്ഞ് അതിന്റെ അപ്പുറത്തുണ്ടായിരുന്ന ഒരു പുൽക്കാട്ടിൽ പോയിട്ട് ഇവരെല്ലാവരും ഒളിച്ചിരിക്കുകയാണ്. കുറ്റിക്കാടായതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്നും ഒളിച്ചിരിക്കുന്ന ഇവരെ കാണാൻ കഴിയില്ല. എന്നാൽ ഇതേ സമയത്ത് തന്നെ യുദ്ധം വിജയിച്ചു എന്ന് കരുതിയ ഈ കമാൻഡർ ഹാഫിസിന്റെ പട്ടാളക്കാർ അങ്ങോട്ടേക്ക് ഓടിപ്പാഞ്ഞു വരികയാണ്. അവിടുത്തെ ഒരു കുളം ഇവർ കാണുന്നുണ്ട്. ഹാഫിസിന്റെ റൈറ്റ് ഹാൻഡ് ആയിട്ടുള്ള ഇസാം ആ ഒരു വെള്ളം അവരോട് കുടിക്കാൻ വേണ്ടി പറയാണ്. അങ്ങനെ എല്ലാവരും ഓടിച്ചെന്ന് ചിലരൊക്കെ ആ വെള്ളത്തിലേക്ക് എടുത്തു ചാടുന്നുണ്ട്. എന്നിട്ട് കുടിക്കുകയാണ്. ചിലരൊക്കെ തുകൽ സഞ്ചിയിൽ വെള്ളം നിറച്ച് ആവശ്യത്തിലധികം വെള്ളം കുടിക്കുകയാണ്. ഇതെല്ലാം ആ ഒരു പുൽക്കാട്ടിൽ മറഞ്ഞിരുന്നുകൊണ്ട് കുമാരി ഹിന്ദയും അവളുടെ ആളുകളും അങ്ങനെ ഒബ്സർവ് ചെയ്യാനാട്ടോ. എന്നാൽ ഇതേ സമയത്താണ് ആ വെള്ളം കുടിച്ച ഒരു പോരാളി പുറത്തേക്ക് വന്ന് ചോര ഛർദ്ദിച്ച് മരിക്കുന്നത്. ഇത് കണ്ട ആ നിമിഷം തന്നെ ഇസാമിനൊരു കാര്യം മനസ്സിലായി, കുളത്തിൽ വിഷം കലർത്തിയിട്ടുണ്ട്. അടുത്ത നിമിഷം തന്നെ അയാൾ ഉറക്കനെ വിളിച്ചു പറയാൻ നിൽക്കുകയാണ് ആരും വെള്ളം കുടിക്കരുതെന്ന്. എന്നാൽ അടുത്ത സെക്കൻഡിൽ തന്നെ ഇയാളുടെ ചങ്കിലേക്ക് ഒരു അമ്പ് വന്ന് കയറുന്നുണ്ട്. വിട്ടത് മറ്റാരുമല്ല, കുമാരി ഹിന്ദ തന്നെയാണ്. അയാളുടെ വായിലൂടെ ഈ രഹസ്യം മറ്റാരും അറിയാതിരിക്കാനായിട്ട്. ഇതേ നേരം ബാക്കിയുള്ള യോദ്ധാക്കളും വെള്ളം കുടിക്കുകയാണ്. ചില പട്ടാളക്കാരൊന്നും മരിച്ചില്ല, എന്നാൽ വല്ലാത്തൊരു അബോധാവസ്ഥയിലേക്ക് അവർ പോവാണ്. ഈ ഒരു അവസരം കറക്റ്റായിട്ട് മുതലെടുത്ത് ഓരോ ആൾക്കാരെയും അമ്പ് ചെയ്ത് കൊല്ലാൻ തുടങ്ങുകയാണ് ഇവിടെ വിളിച്ചിരുന്ന ബാക്കിയുള്ള പോരാളികൾ. അങ്ങനെ അവസാനം ആ ഒരു സൈന്യത്തിലെ ഭൂരിഭാഗം ഏകദേശം 99% ആൾക്കാരെ അവിടെ വെച്ച് കൊന്നു കളയുന്നുണ്ട്. എന്നാൽ ആ ഒരു പാറക്കെട്ടിന്റെ അപ്പുറം ഇതെന്താ സംഭവിക്കുന്നതെന്ന് കമാൻഡർ ഹാഫിസിന് മനസ്സിലാവുന്നില്ല. അയാളുടെ പടയാളികൾക്കൊക്കെ എന്തോ സംഭവിച്ചെന്ന് ഹാഫിസിന് മനസ്സിലായി. ഇതേ നേരം തന്നെ ഇയാളുടെ റൈറ്റ് ഹാൻഡ് ആയിട്ടുള്ള ഇസാം മരിച്ചു വീഴുന്നതും കമാൻഡർ ഹാഫിസ് കാണുന്നുണ്ട്. ഇത് കണ്ട് പകച്ചു നിൽക്കുന്ന സമയത്ത് കമാൻഡർ ഹാഫിസിന് നേരെ ഒരാൾ വരുന്നുണ്ട്. ആരുമല്ല, ഹംസ. ഉള്ളിൽ അടങ്ങാത്ത പകയുമായിട്ട് ഹംസ ഇപ്പോൾ കമാൻഡർ ഹാഫിസിന് നേരെ ഫൈറ്റ് ചെയ്യാണ്. എന്നാൽ ഹാഫിസ് നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒരാളേ അല്ല. കുറച്ച് പ്രായമുണ്ടെങ്കിലും ഭയങ്കര കരുത്തനാണ്. അയാളുടെ മുന്നിൽ അങ്ങനെ യുദ്ധം ചെയ്ത് നിൽക്കാനൊന്നും കഴിയില്ല. തുടക്കത്തിലെല്ലാം ഹംസ അയാളുടെ മുന്നിൽ തോറ്റുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവൻ്റെ ഉള്ളിൽ ആ ഒരു അടങ്ങാത്ത പക, ആ പക കാരണം അവൻ്റെ ഉള്ളിൽ ആ ഒരു എന്താ പറയാ, ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ ഒരു തീ ചില സമയത്ത് ഉണ്ടാകുന്ന പറയുന്നില്ലേ, അതുപോലൊരു തീ വരികയാണ്. ആ തീ കൊണ്ട് അവൻ ഫൈറ്റ് ചെയ്യാണ്. അവസാനം ഈ കമാൻഡർ ഹാഫിസിനെ അവൻ തോൽപ്പിക്കുന്നുണ്ട്. തോറ്റു എന്ന ഒരു അവസ്ഥ വന്നപ്പോൾ ഹാഫിസ് എന്താ ചെയ്തതെന്നറിയോ? കയ്യിൽ കിട്ടിയ ഒരു മരക്കമ്പെടുത്ത് ഒരൊറ്റ കുത്താണ് അവനിട്ട്. അതിൽ ഹംസ വീണുപോയി. ആ വീഴ്ചയിൽ അവനെ മലത്തിയിട്ട് അവന്റെ മേത്തേക്ക് കയറിയിരുന്ന കമാൻഡർ ഹാഫിസ് അതേ കമ്പ് ഉപയോഗിച്ച് അവന്റെ കഴുത്തിൽ കുത്തി അവനെ കൊല്ലാൻ നോക്കുമ്പോഴാണ് ഹാഫിസ് അവന്റെ കഴുത്തിലെ ആ പാടുകൾ കാണുന്നത്. ആ പാട് അവിടെ ഉണ്ടാക്കി കൊടുത്തതും ഈ കമാൻഡർ ഹാഫിസ് തന്നെയാണ്. ഹാഫിസിന് അത് മനസ്സിലായി. എന്തായാലും അത് കണ്ട ആ ഒരു നിമിഷം ഇയാളൊന്ന് പകച്ചു പോവാണ്. ചെറുതായിട്ടൊന്ന് ശ്രദ്ധ മാറി. ആ കറക്റ്റ് സമയം കുമാരി ഹിന്ദ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. പാഞ്ഞു വന്ന അവൾ ഒരു കത്തിയെടുത്ത് ഈ കമാൻഡർ ഹാഫിസിന്റെ കഴുത്തിലേക്ക് തന്നെ കുത്തുന്നുണ്ട്. കുറച്ചുനേരം കമാൻഡർ ഹാഫിസ് നിശ്ചലനായിട്ട് തന്നെ അങ്ങനെ നിൽക്കുകയാണ്. പതിയെ അയാൾ മുന്നോട്ടേക്ക് നടക്കുന്നുണ്ട്. ഒരു 4 അടി വെച്ചപ്പോഴേ ജീവൻ പോയ ആ മനുഷ്യൻ അവിടെ മുട്ടുകുത്തി വീണ് മരിക്കുകയാണ്. അയാളുടെ തൊട്ടു മുന്നിലായിട്ട് ഹിന്ദയെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഈ പെണ്ണിന്റെ മുന്നിൽ കമാൻഡർ ഹാഫിസ് അവസാനം മുട്ടുകുത്തി മരണപ്പെട്ടു. ഈ യുദ്ധത്തിൽ ഈ ചെറിയ സൈന്യം വിജയിക്കുകയാണ്. ഇത് ഇവിടെയും കൊണ്ടൊന്നും തീരാൻ പോകുന്നില്ല. ഹിന്ദ വീണ്ടും അവളുടെ പടയാളികളെ വലുതാക്കും. ഓരോ ഗോത്രവുമായിട്ട് ഡീലുണ്ടാക്കും. അവരുടെ ഈ സൈന്യത്തിന് വലുതാക്കും. ഇതൊരു രാജ്യമായിട്ട് തന്നെ മാറും. എന്തായാലും അതിന്റെ എല്ലാം ഒരു തുടക്കം മാത്രമാണ് ഈ യുദ്ധം. അതുപോലെ തന്നെ ഹംസ ഇപ്പൊ ഒരു കാര്യം പറയുന്നുണ്ട്. എന്തായാലും കുമാരി, നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് ഞാൻ തിരിച്ചു വരാം. തൽക്കാലം ഞാൻ ഇവിടുന്ന് പോവാണ്. ഹിന്ദയ്ക്ക് ചെറിയൊരു വിഷമുണ്ടാവും പോകുന്നതിൽ. അവൻ കൂടെ ഉണ്ടാവണം എന്ന് തന്നെയാണ് അവളുടെ ആഗ്രഹം. അത്
പറഞ്ഞെങ്കിലും ഹംസ പറയുന്നത് ആവശ്യമുള്ള നേരത്ത് ഞാൻ എന്തായാലും വരും. അതിന് കുമാരിയോട് യാത്ര പറഞ്ഞ് ആ യുദ്ധമരുഭൂമിയിലെ ഒരിച്ചിരി മണൽ വാരി അവന്റെ കീശയിലിട്ട് ഹംസ അവിടുന്ന് യാത്രയാവുകയാണ്. അവന്റെ ദൗത്യം ഇവിടെ കഴിഞ്ഞു. പക്ഷേ കുമാരി ഹിന്ദ അവളുടെ ദൗത്യം ഇനി ആരംഭിക്കാൻ പോകുന്നതേയുള്ളൂ. എന്നാൽ ഇവിടെ മറ്റൊരു വലിയ കാര്യം കൂടെ സംഭവിച്ചിട്ടുണ്ട്. അതായത് മരുഭൂമിയിൽ വെച്ച് നടന്ന ഈ വലിയ യുദ്ധം ഉണ്ടല്ലോ, ആ യുദ്ധത്തിന് ശേഷം സസാനൈഡ് എംപയറിൽ അവിടുത്തെ രാജാവായിട്ടുള്ള എംപറർ കിസ്ര രണ്ടാമൻ ഇയാളെ അജ്ഞാതനായിട്ടുള്ള ഏതോ ഒരു കൊലയാളി വിഷം കൊടുത്ത് കൊന്നുകളഞ്ഞു. എന്നാൽ ആ അജ്ഞാതനായ കൊലയാളി അത് മറ്റാരും ആയിരുന്നില്ല. അയാൾ കെട്ടിക്കൊണ്ടുവന്ന് അയാളുടെ ഒരുപാടധികം ഭാര്യമാരുണ്ടല്ലോ, അതിൽ ഒരു സ്ത്രീ തന്നെയായിരുന്നു. ഇയാളുടെ ഒരു ദുർഭരണവും ഇയാളുടെ ശല്യം സഹിക്കാതെ അവസാനം അയാളെ വിഷം കൊടുത്ത് കൊന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. എന്തായാലും സിനിമ അവസാനിക്കുന്നത് മറ്റൊരു കാര്യം കാണിച്ചുകൊണ്ടാണ്. യുദ്ധം ജയിച്ചു വന്ന കുമാരി ഹിന്ദ ഇനി കുമാരിയല്ല, രാജാവാണ്, കിങ് ഹിന്ദ. അവളെ അവളുടെ നാട്ടുകാർ വളരെയധികം സന്തോഷത്തോടു കൂടി സ്വീകരിക്കുന്നത് കാണിച്ചാണ്. എന്തായാലും ഒരു കാര്യം നിങ്ങൾ ഓർത്തു വെച്ചോ, ഇത് വെറും സിനിമയല്ല, അറേബ്യൻ നാടുകളിൽ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ നടന്ന യഥാർത്ഥ സംഭവങ്ങൾ തന്നെയാണ്. മാത്രമല്ല ഡെസേർട്ട് വാരിയർ എന്ന ഈ സിനിമയ്ക്ക് വലിയൊരു റെക്കോർഡുണ്ട്. അതെന്താണെന്നറിയോ? ലോകത്തിൽ ഇറങ്ങിയതിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഫ്ലോപ്പായ, ഏറ്റവും കൂടുതൽ സാമ്പത്തിക നഷ്ടമുണ്ടാക്കിയ സിനിമ. 1400 കോടി രൂപ മുടക്കിയിട്ട് ആകെ കിട്ടിയത് വെറും 6 കോടി രൂപ മാത്രം. എന്തുകൊണ്ടായിരിക്കും ഈ സിനിമ പരാജയപ്പെട്ടിട്ടുണ്ടാവുക? അതായത് ഈ കഥ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്ന സമയത്ത് ഇതിൽ മിസ്സായ പല ഇമോഷൻസും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് ഫലിപ്പിക്കാൻ നോക്കിയിട്ടുണ്ട്. എന്നാൽ ഞാൻ പറഞ്ഞ അത്ര ഇമോഷൻസ് ഈ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. അതിൽ ഈ ഒരു സിനിമ നല്ല രീതിയിൽ പരാജയപ്പെട്ടു. പക്ഷേ എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം വിഷ്വലി കാണാനൊക്കെ ഭംഗിയുണ്ട്. എന്നിട്ടും ഈ സിനിമ വളരെയധികം ഫ്ലോപ്പാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ വളരെ മോശമായിട്ടുള്ള മാർക്കറ്റിംഗ് ആയിരുന്നു. എന്തായാലും ഒരു തവണ കണ്ടിരിക്കാം, വലിയ കുഴപ്പമൊന്നുമില്ല. എന്നാലും ഞാൻ പറഞ്ഞതുപോലെ പല ഭാഗത്തും നമുക്കൊരു ഇമോഷണൽ കണക്ഷൻ ഒരു കഥയിൽ നിന്ന് കിട്ടാനുണ്ട്. അത് ഈ സിനിമയിൽ കിട്ടാതെ പോകുന്നുണ്ട് കേട്ടോ. അതൊരു വലിയ നെഗറ്റീവ് തന്നെയാണ്. എന്നാലും ഞാൻ പറഞ്ഞതുപോലെ ഒരു തവണ നിങ്ങൾക്ക് ഇത് കണ്ടിരിക്കാം. എന്തായാലും ഞാൻ ഈ പറഞ്ഞത് വെച്ച് ഈ ഒരു കഥ നിങ്ങൾക്ക് ഇഷ്ടമായോ? തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പറയണം കേട്ടാ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.